സ്കൂൾ കലോത്സവം സ്വാഗത ഗാനത്തിന് നടി 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്ന ആരോപണവുമായി മന്ത്രി വി ശിവൻകുട്ടി. കലോത്സവത്തിലൂടെ വളർന്നു വന്ന നടിയാണ് പണം ആവശ്യപ്പെട്ടതെന്ന് മന്ത്രി പറഞ്ഞു. പണത്തോടുള്ള ആർത്തിയാണ് ചിലർക്ക് പണം കൊടുക്കില്ലെന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കിയെന്നും മന്ത്രി പറഞ്ഞു. ജനുവരി മാസം ഒന്നാമത്തെ ആഴ്ചയാണ് സ്കൂൾ യുവജനോത്സവം നടക്കുന്നത്. ഇപ്രാവശ്യം ഒരു അവതരണഗാനം ചെയ്തതിനു വേണ്ടി യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമാ നടി നമ്മുടെ കുട്ടികളെ ഒരു 10 മിനിറ്റ് ഡാൻസ് പഠിപ്പിച്ച് ആ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ ചെയ്യണമെന്ന് പറഞ്ഞു. ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം എത്ര അഹങ്കാരികളായി അവർ മാറുന്നു എന്നുള്ളത്. 5 ലക്ഷം രൂപയാണ് ചോദിച്ചത്. എത്ര അഹങ്കാരം, പണത്തോടുള്ള ആർത്തി അവർക്ക് തീർന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. വേറെ എത്രയോ ആൾക്കാരോട് പഠിപ്പിക്കാൻ ഉണ്ടാവും എന്നുള്ളതിനെ പറഞ്ഞ് ആ നടിയെ ഉപേക്ഷിച്ചു. ഈ യുവജനോത്സവത്തിൽ പങ്കെടുത്ത് 1ാം സ്ഥാനം നൃത്തത്തിന് വാങ്ങിയാണ് പേരുകെട്ട് സിനിമയിലൊക്കെ തന്നെ പോയത്. എന്നശേഷം കുറച്ച് സിനിമയും കുറച്ച് കാശുമായപ്പോൾ നമ്മൾ കേരളത്തോട് അഹങ്കാരം കാണിക്കുകയാണ്. ഗോപാൽ ശീലാസനലുണ്ട് വിവരങ്ങൾ നൽകാനായി. ഗോപാൽ, കലോത്സവത്തിന്റെ ഒരു പ്രധാന ആകർഷണമായ ഘടകമാണ് ആദ്യത്തെ സ്വാഗതഗാനം, അതിന്റെ ഡാൻസ് ദൃശ്യാവിഷ്കരണമൊക്കെ. അപ്പോൾ അതിന് 5 ലക്ഷം രൂപ നടി ആവശ്യപ്പെട്ടതാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചത്. മന്ത്രി വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നടന്നത്? ജിതി സൂചിപ്പിച്ചതുപോലെ തന്നെ കലോത്സവത്തിന്റെ അവതരണ ഗാനം എല്ലാ വർഷവും ഉണ്ടായിരിക്കുന്നതാണ്. കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ലക്ഷ്മി അവതരണ ഗാനത്തോടു കൂടിയാണ് ബാക്കി മത്സരങ്ങളും കലാപരിപാടികളും തുടങ്ങുന്നത്. കഴിഞ്ഞ വർഷം ഇത്തരത്തിലുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണം ഈ വർഷം ജനുവരി ആദ്യവാരം നടക്കുന്ന 4 മുതൽ 8 വരെ നടക്കുന്ന കലോത്സവത്തിൽ ഒരു അവതരണ ഗാനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രധാനപ്പെട്ട പ്രമുഖയായ നടിയെ വിദ്യാഭ്യാസ വകുപ്പ് സമീപിച്ചുവെന്നും അവർ യുവജനോത്സവങ്ങളിലൂടെ വളർന്ന് കലാകാരിയായി സിനിമയിലെത്തിയ ഒരു താരമാണ്. അതുകൊണ്ടുകൂടിയാണ് അവരെ സമീപിച്ചത്. അവരത് ചെയ്തു കൊടുക്കാമെന്ന് ഏൽക്കുകയും ചെയ്തു. എന്നാൽ അപ്രതീക്ഷിതമായിരുന്നു 5 ലക്ഷം രൂപയാണ് ഇവർ ഈ 10 മിനിറ്റ് ദൈർഘ്യം മാത്രമുള്ള ഒരു കലോത്സവ അവതരണ ഗാനത്തിന് വേണ്ടി ആവശ്യപ്പെട്ടത്. ഈ സംഭവമാണ് മന്ത്രിയെ ചൊടിപ്പിച്ചതായി അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതായത് ഇത്തരം ആൾക്കാർ വലിയ അഹങ്കാരികളായി മാറിയിരിക്കുന്നുവെന്നും ചില സിനിമകളിൽ അഭിനയിച്ച് ചില പ്രശസ്തിയും പ്രമുഖതയും നേടിയെടുത്തതോടുകൂടി ഇവർ കാശിനോട് ആർത്തി കൂടിയവരായി മാറുന്നുവെന്നും അത് കേരളത്തിനോട് കാണിക്കുന്നുവെന്നുമാണ് മന്ത്രി വിമർശിച്ചിരിക്കുന്നത്. രൂക്ഷമായ ഭാഷയിൽ തന്നെ, കടുത്ത ഭാഷയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ വിമർശനം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ വെഞ്ഞാറമൂട് രാമചന്ദ്രൻ അവാർഡ് സമർപ്പണ വേദിയിൽ വെച്ചാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശികളായിട്ടുള്ള പ്രധാന താരങ്ങൾ സുധീർ കരമന, സുരാജ് വെഞ്ഞാറമൂട് എന്നിവരെ അഭിനന്ദിച്ചു തുടങ്ങിയ പ്രസംഗം പിന്നീട് ഈ വിഷയത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. അദ്ദേഹം വലിയ ഭാഷ, അതായത് കേരളത്തിലെ കുട്ടികളോടാണ് ഇത്തരത്തിലേക്കുള്ള ഒരു അഹങ്കാരം ഇവർ കാണിക്കുന്നത്. യുവജനോത്സവങ്ങളിൽ നിന്ന് വളർന്നു വന്നവർക്ക് ആ യുവജനോത്സവങ്ങളോടും കേരളത്തിലെ വളർന്നു വരുന്ന തലമുറയോടുമുള്ള ഒരു തരത്തിലുള്ള ആഭിമുഖ്യവും കാണിക്കാത്ത തരത്തിലേക്ക് കാശിനെ മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് ഇവർ പെരുമാറുന്നു. അതുകൊണ്ട് തന്നെ താൻ ആ ഒരു അവതരണ ഗാനം വേണ്ട എന്നും മറ്റു നിരവധി പേർ ഇത്തരത്തിൽ കലാകാരികളായി ഈ നാട്ടിലുണ്ട് എന്നും അവരിൽ ആരെങ്കിലും സമീപിക്കാമെന്നും ഒറ്റ വാക്കിൽ ആ സ്ത്രീയിൽ നിന്നും അല്ലെങ്കിൽ ആ നടിയിൽ നിന്നും ഈ പരിപാടി നടത്തേണ്ടതില്ല എന്ന തീരുമാനം എടുക്കുകയായിരുന്നു. ഗോപാൽ, ഒരു സംശയം കൂടെ ചോദിക്കുകയാണ്. അതായത് സ്വാഭാവികമായും യുവജനോത്സവത്തിലൂടെ വളർന്നു വന്ന നടിയാണ്, പിന്നീട് ഒരു താരമൂല്യമുള്ള പദവിയിലൊക്കെ എത്തിയിരിക്കുന്നു. 10 മിനിറ്റ് നീളുന്ന സ്വാഗത ഗാനമാണ്. അതിന് നൃത്താവിഷ്കാരം ചിട്ടപ്പെടുത്താനായിരിക്കണം അവരെ സമീപിച്ചിട്ടുണ്ടാവുക. അപ്പോൾ പിന്നീട് അവർ വളർന്നു വന്ന ഒരു വലിയ നടിയായി അവരുടെ താരമൂല്യത്തിനനുസരിച്ചാണ് അവരുടെ റേറ്റ് നിശ്ചയിക്കുക. സ്വാഭാവികമായി 5 ലക്ഷം സ്വീകാര്യമല്ലെങ്കിൽ മറ്റൊരാളെ ഏർപ്പാടാക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം മന്ത്രിക്കുണ്ട്. പക്ഷേ ഇത്തരമായ ഒരു പരസ്യ അധിക്ഷേപത്തിലേക്ക് മന്ത്രി പോകണമായിരുന്നു എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ട് അവിടെ. ജെസ്സി, പേരെടുത്തൊരു അധിക്ഷേപം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിന് വിശദീകരണമായി നൽകുന്ന കാര്യം. കാരണം അദ്ദേഹം ഈ വിഷയത്തിന് താരമൂല്യം എന്നതിനപ്പുറത്തേക്ക് മറ്റ് ചില കോണുകൾ കൂടി വ്യാഖ്യാനിക്കുന്നതായി വേണം പറയാൻ. ഇതിന് ആരോപണം, അധിക്ഷേപം എന്ന രീതിക്ക് അപ്പുറത്തേക്ക് അത്തരത്തിലൊരു താരമൂല്യം കലോത്സവ വേദികളിൽ നിന്ന് വന്ന ഒരു താരം ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത് എന്നാണ് ഈ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മറുപടിയും അങ്ങനെ തന്നെയാണ്. ഇത് ആരാണ്, എന്താണ്, ഏത് നടിയാണ്
എന്ന തരത്തിലേക്ക് ഒരു പേര് വെളിപ്പെടുത്തലോ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ആ പേര് വ്യക്തമാക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല, അവരെ അങ്ങനെ അധിക്ഷേപിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന തരത്തിലേക്ക് മാത്രം അത് അറിയിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഈ നടിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഈ ദിൽഷ സൂചിപ്പിച്ചതുപോലെ തന്നെ താരമൂല്യം അവർ ഏറെ നാൾ കഷ്ടപ്പെട്ടിട്ടായിരിക്കാം സിനിമയിലേക്ക് എത്തിയത്. കലോത്സവ വേദിയിൽ നിന്നാണെങ്കിൽ പോലും തന്റെ പ്രതിഭ തെളിയിച്ച് കഴിവ് തെളിയിച്ച് സിനിമയിൽ നിലനിന്ന് പോവുക എന്ന് പറയുന്ന ചെറിയ കാര്യമൊന്നുമല്ല. അത്തരത്തിൽ തനിക്ക് അത്രയും താരമൂല്യമുണ്ട് എന്ന് താൻ മനസ്സിലാക്കിയത് കൊണ്ടുകൂടിയാകാം അവർ അത്തരത്തിലേക്കൊരു സമീപനം എടുത്തതെന്ന് വേണമെങ്കിൽ അനുമാനിക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു നടന്റെ കാര്യം പേരെടുത്തുകൂടി മന്ത്രി ശിവൻകുട്ടി പറയുന്നുണ്ട്. ഫഹദ് ഫാസിലിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഫഹദ് ഫാസിലിനെ കഴിഞ്ഞ ഓണം വാരാഘോഷത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ക്ഷണിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം എങ്ങനെയാണ് വന്നത്, ഏത് വാഹനത്തിലാണ്, ഫ്ലൈറ്റിലാണ് വന്നത്, എവിടെയാണ് താമസിച്ചത് എന്ന കാര്യങ്ങളൊന്നും തന്നെ തങ്ങൾക്ക് അറിയേണ്ടി വന്നില്ല. അദ്ദേഹം കൃത്യസമയത്ത് പരിപാടിക്ക് എത്തുകയും പരിപാടിയുടെ ഭാഗമായി അദ്ദേഹം മടങ്ങിപ്പോവുകയും ചെയ്യുകയായിരുന്നു. അത്തരത്തിലുള്ള കലാകാരന്മാരും താരങ്ങളും ഈ നാട്ടിലുണ്ട്. അതിനിടയിലാണ് ഇത്തരം സംഭവം എന്ന ഉദാഹരണ സഹിതമാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തെ പറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ നടി ആര് എന്ന തരത്തിലേക്കുള്ള ചോദ്യങ്ങളൊക്കെ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. കലോത്സവങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന വലിയ താരങ്ങളായവരുടെ പേരുകളൊക്കെ ഇതിനോട് കൂട്ടിച്ചേർത്ത് വെച്ച് വായിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അതൊന്നും ആരാണ് എന്താണ് എന്ന തരത്തിലേക്ക് ഒരു സ്ഥിരീകരണമോ ഒരു വ്യക്തതയോ ഒരു പേരോ അദ്ദേഹം പറയാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഊഹാപോഹങ്ങൾക്ക് ഈ ഘട്ടത്തിൽ സ്ഥാനമില്ല എന്നുകൂടി പറഞ്ഞു വെക്കേണ്ടതായിട്ട്. എന്തായാലും കടുത്ത വിമർശനം, രൂക്ഷമായ വിമർശനം തന്നെ പ്രകോപിപ്പിച്ചു, അതിൽ തനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി എന്ന് വ്യക്തമാക്കുന്ന തരത്തിലേക്കുള്ള പ്രതികരണമാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്.